ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിൽ സ്നേഹമില്ലെങ്കിലത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? സ്നേഹമില്ലാത്ത സ്ഥിതിയെക്കുറിച്ച് പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളവോ ആണെന്നാണ് പറയുന്നത്. പ്രവചനം വരെ ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളാൽ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലെന്നാണ് പറയുന്നത്. എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, എന്നാൽ സ്നേഹം മാത്രം നിലനിൽക്കും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവ്വതിലും ഉത്കൃഷ്ടമായത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പറയുന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും നാം എന്തെല്ലാം അത്ഭുത പ്രവർത്തികൾ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ നാം മുഴങ്ങുന്ന ചേങ്ങല, ശബ്ദമുണ്ടാക്കുന്ന ഒരു ചേങ്ങലയോ ചിൽച്ചിൽന്ന് ചിലുമ്പുന്ന ഒരു ഇലത്താളമോ നമ്മളായിത്തീരാൻ സാധ്യതയുണ്ട്. സ്നേഹം അതിന് അത്രമാത്രം ബലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.